Hello, welcome back to Learnino. So നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഏതാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കീമിന്റെ പ്രോസ്പെക്ടസിലെ അനക്ഷറിൽ ഇത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറെ പേര് ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ കൂടെ എടുക്കുന്നത്. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അതിന്റെ ഒരു ഫോമാറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ വേണം നിങ്ങൾ ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട്. എല്ലാവരും ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് അനക്ഷറിൽ കൊടുത്തിട്ടുള്ള, അതായത് നിങ്ങളുടെ കീമിന്റെ പ്രോസ്പെക്ടസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതിൽ പറഞ്ഞിട്ടുള്ള അതേ ഫോമാറ്റിൽ തന്നെയായിരിക്കും നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. അതേപോലെ ഒരു കാര്യം കൂടെ നമ്മൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് അലോട്ടഡ് ടു എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ബിഫോം കോഴ്സസ് വിൽ ഹാവ് ടു ഗെറ്റ് വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ബിഫോർ ദേ ടേക്ക് അഡ്മിഷൻ ഇൻ ദ അലോട്ടഡ് കോളേജ് ആസ് പെർ AICTE ഗൈഡ് ലൈൻസും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ അനക്ഷറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് A, B എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അതായത് അനക്ഷർ 17A അതേപോലെ തന്നെ അനക്ഷർ 17B. ഇതില് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് നമ്മൾ എടുക്കേണ്ടത് 17B ആണ്. പലർക്കും അത് തെറ്റ് പറ്റാറുണ്ട്. അതായത് നമ്മൾ അനക്ഷറിൽ പോയി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫോർ അഡ്മിഷൻ ടു, അതായത് ഫോറസ്ട്രി കോഴ്സുകളിലേക്കുള്ളതാണ്. അതല്ല നമ്മൾ എടുക്കേണ്ടത്. രണ്ടാമത്തത്, അതായത് B എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് ഫോർ അഡ്മിഷൻ ടു എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്. അത് മാറിപ്പോവരുത്. അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം മറ്റേതിൽ വേറെയും കുറെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. ഇതിലിപ്പോ നമുക്ക് അത്രയും വരുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് കോഴ്സസിന് നമ്മൾ എടുക്കേണ്ടത് രണ്ടാമത്തതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അത് നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനക്ഷർ 17B ആണ്. പേജ് നമ്പർ 167 നമ്മൾ പ്രോസ്പെക്ടസിൽ വരുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം അതിനകത്ത് നമ്മൾ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഉണ്ട്, ഡോക്ടറുടെ പേര് എഴുതാനുണ്ട്. അപ്പൊ നമ്മളുടെ പേര് വീണ്ടും എഴുതും. അതിനുശേഷം നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഡോക്ടറുടെ സിഗ്നേച്ചർ, പേര്, രജിസ്ട്രേഷൻ നമ്പർ, ഡെസിഗ്നേഷൻ, പ്ലേസ്, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റിന്റെ ഈ ഒരു ഫോമാറ്റ് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം വീണ്ടും ശ്രദ്ധിക്കുക. കുറെ പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം അതൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ആദ്യത്തെ എടുത്ത് പോയിട്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെക്കുക. ഇനി കോളേജിൽ അഡ്മിഷൻ ഇപ്പൊ നെക്സ്റ്റ് ഡേയ്സിലാണ് വരുന്നത്. അപ്പൊ ആ സമയത്തേക്ക് നമ്മൾ അതിനുവേണ്ടി ഓടാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇത് ഇപ്പൊ തന്നെ നമുക്ക് എടുത്തു വെക്കാം. നമ്മുടെ കീമിന്റെ പ്രോസ്പെക്ടസിന്റെ തന്നെ ഇത് അവൈലബിൾ ആണ്. അത് പ്രിന്റ് എടുത്തിട്ട് ഈ ഫോമാറ്റിൽ തന്നെ വേണം അത് കൊടുക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.